ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന ഒന്നാമത്തെ പാഠത്തിലെ മാനത്തെ കാഴ്ചകൾ എന്നുള്ള ഒരു കടങ്കഥ ഗാനം, കടങ്കഥ പാട്ട് ഉണ്ട്. മാനത്തെ കാഴ്ചകൾ അതൊന്ന് നോക്കാം. ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേരാ കായലേതന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ. തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. നീലക്കായലിൽ ഇളകും വഞ്ചിയിലാളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ. വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം. ദൂരെക്കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടുകിട്ടാത്തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ. കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. ഇത് ഒരു കടങ്കഥാ ഗാനമാണ്. ഇതിൽ 3 കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളുമുണ്ട്. ഒന്നാമത്തെ കടങ്കഥ നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല. അതായത് നീലക്കായൽ, കായൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നീല നിറത്തിൽ പരന്ന് കിടക്കുകയാണ്. അപ്പം അതേപോലെ നീല നിറത്തിൽ പരന്ന് കിടക്കുന്ന ആ കായലിൽ നീരുമില്ല നിലയുമില്ല, അതിൽ തീരെ വെള്ളമില്ല, അതുപോലെ തന്നെ നമുക്ക് നിൽക്കാനുള്ള നിലയുമില്ല. ആ നീരു ചേരാത്ത, ആ വെള്ളമില്ലാത്ത കായൽ ഏതാണ്? നീരു ചേരാ കായൽ ഏതാണ്? തീരമില്ല കായലകലെ, ആ തീരം കാണാത്ത, തീരമില്ലാത്ത, അനന്തമായി പരന്നു കിടക്കുന്ന ആ കായൽ, ആ നീലക്കായൽ ഏതാണ് എന്നാണ് ഇവിടെ കടങ്കഥയിലൂടെ, കവിതയിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം അവിടെ ആകാശം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആകാശം ഒരു നീല നിറത്തിൽ കായൽ പോലെ പരന്ന് കിടക്കുകയാണ്, അനന്തമായിട്ട് പരന്ന് കിടക്കുകയാണ്. അടുത്ത് പറയുന്നത് നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ. ആ നീലക്കായലിൽ ഇളകിപ്പോകുന്ന ആ വഞ്ചിയിൽ, തോണിയിൽ ആളുമില്ല തുഴയുമില്ല, ആ കാറ്റിലുലയും തോണി ഏതൻ, ആ തോണി ഏതാണ്? ആ നീലക്കായലിലൂടെ പോകുന്ന ആളും തുഴയുമില്ലാത്ത ആ തോണി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് വാനിലെ, അതായത് ആകാശത്തിലെ പൊൻതോണിയല്ല ഇത്, അത് ചന്ദ്രക്കല രൂപമാണ്. അതിൻ്റെ ഉത്തരം ചന്ദ്രക്കലയാണ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ആകാശത്ത് ചന്ദ്രക്കല കാണുമ്പോൾ നമുക്ക് അതൊരു നീലക്കായലിലൂടെ പോകുന്ന, ഒഴുകിപ്പോകുന്ന ഒരു വഞ്ചിയായിട്ട്, ഒരു തോണിയായിട്ടാണ് നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് ആ കടങ്കഥ ഇങ്ങനെ വരാൻ കാരണം. അടുത്തത് ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല. ദൂരെ കായലിൽ ഒഴുകുന്ന ആ കനലിന്, ആ തീക്കട്ടക്ക് തീയുമില്ല പുകയുമില്ല, അതിന് തീയില്ല, അതുപോലെ തന്നെ പുകയുമില്ല. ചൂട് കിട്ടാത്ത തീക്കനലേതൻ, ഈ ചൂടില്ലാത്ത ആ കനൽ ഏതാണ്? അതായത് ഒരു വിളക്ക് പോലെ കത്തും നക്ഷത്രമാണത്. ആ നക്ഷത്രത്തിന് വിളക്ക് പോലെ കത്തുന്ന പ്രകാശമുണ്ടെങ്കിലും ഇവിടെ അതിന് പറയാണ് തീയുമില്ല പുകയുമില്ല. ആ ദൂരെ കായലിൽ ഒഴുകി നടക്കുന്ന ആ തീയും പുകയുമില്ലാതെ ചൂട് കിട്ടാത്ത ആ തീക്കനൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നക്ഷത്രമാണ് ഉത്തരം വരുന്നത്. അപ്പം ഇവിടെ ആകാശത്തിലെ അമ്പിളിമാമനെയും ചന്ദ്രക്കലയെയും അതുപോലെ നക്ഷത്രത്തെയും ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ഈ കടങ്കഥകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആകാശത്തെ ഒരു നീല കായൽ പോലെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ആകാശവും കായലും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആകാശത്തെ ഇവിടെ പറയുന്നത് കായലായിട്ടാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആകാശവും കായലും തമ്മിൽ
കാഴ്ചയിൽ ഒരു ബന്ധമുണ്ട്. കായലും ആകാശവും തമ്മിൽ കാഴ്ചയിൽ ഒരുപോലെ തോന്നിപ്പിക്കുന്നുണ്ട്. കായൽ നീല നിറത്തിൽ പരന്നു കിടക്കുകയാണ്. ആകാശവും അതുപോലെ നീല നിറത്തിൽ അനന്തമായി പരന്നു കിടക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ചന്ദ്രക്കല ഒരു തോണിയുടെ ആകൃതിയാണ്. അനന്തമില്ലാതെ പരന്നു കിടക്കുന്ന ആകാശത്തിലൂടെ ഈ ചന്ദ്രക്കല നീങ്ങുന്നത് കാണുമ്പോൾ ഒരു കായലിലൂടെ തോണി പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് കവി അങ്ങനെ പറയാൻ കാരണം. നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന ഒരു കടങ്കഥയാണ് ആന കേറാമല ആളു കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി. ഇവിടെ ഇതുപോലെ കുറച്ച് കടങ്കഥ പാട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കടങ്കഥാ പാട്ടുകൾ ശേഖരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 കടങ്കഥാ പാട്ടുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ കടങ്കഥകൾ പറയാനും പറ്റും, അതുപോലെ ചൊല്ലാനും പറ്റും. പറയാനും പറ്റുന്ന കടങ്കഥകളുണ്ട്, ചൊല്ലി നോക്കാവുന്ന കടങ്കഥകളും ഉണ്ട്. ഇനി പേജ് നമ്പർ 22 കാണുന്ന ചിത്രങ്ങളിലെ സാധനങ്ങൾ ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ കടങ്കഥകൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവ കുറച്ചെണ്ണം നമുക്കിവിടെ നോക്കാം.